ഗാസ നയത്തിൽ നാടകീയ നിലപാട് പ്രഖ്യാപിച്ച് ഹമാസ് നേതാവ് ഖലീൽ അൽ ഖയ്യയാണ് പ്രഖ്യാപനം നടത്തിയത്. ഇസ്രായേലുമായുള്ള വെടിനിർത്തലിന് മേൽനോട്ടം വഹിക്കാൻ UN നിരീക്ഷണ സേനയെ വിന്യസിക്കുന്നതിന് ഹമാസ് പിന്തുണ പ്രഖ്യാപിച്ചു. മറ്റ് പലസ്തീൻ വിഭാഗങ്ങളുടെ പിന്തുണയോടെ ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, തുർക്കി, അസർബൈജാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള സൈന്യം ഗാസയുടെ അതിർത്തികൾ ഇനി സംരക്ഷിക്കും. പുനർനിർമ്മാണത്തിനായി അടിയന്തര അന്താരാഷ്ട്ര സഹായം അൽ ഖയ്യ ആവശ്യപ്പെട്ടു. ഗാസയ്ക്കും വെസ്റ്റ് ബാങ്കിനും ഇടയിലുള്ള ഐക്യം വീണ്ടും ഉറപ്പിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഗാസയിൽ US ഡ്രോൺ നിരീക്ഷണം ഉൾപ്പെടെയുള്ള USൻ്റെ വെടിനിർത്തൽ പരിശോധനാ ശ്രമങ്ങളുമായും യോജിക്കുന്നതാണ് ഹമാസിൻ്റെ ഈ നിലപാട്. ട്രംപിൻ്റെ ഭരണകൂടം വെടിനിർത്തൽ തുടരാനും ഗാസ സമാധാന പദ്ധതി നിലനിൽക്കാനും ഇസ്രായേലിനെ നിരന്തരം പ്രേരിപ്പിക്കുകയാണ്. ഗാസയുടെ യുദ്ധാനന്തര ഭരണം പലസ്തീനികൾ നിയന്ത്രിക്കണമെന്നാണ് ഹമാസിൻ്റെ ആവശ്യം. അതിനിടെ ഗാസ വിഷയത്തിൽ USനെ തള്ളിപ്പറഞ്ഞ് ഇസ്രായേൽ രംഗത്ത് വന്നിരുന്നു. ദേശീയ സുരക്ഷാ കാര്യങ്ങളിൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പരമാധികാര രാഷ്ട്രമാണ് ഇസ്രായേലെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഞാൻ വാഷിങ്ടണിലായിരുന്നപ്പോൾ ആളുകൾ പറഞ്ഞത് അമേരിക്കൻ സർക്കാരിനെ നിയന്ത്രിക്കുന്നത് ഞാനാണെന്നും അതിൻ്റെ സുരക്ഷാ നയം ഞാൻ നിർദ്ദേശിക്കുന്നതുമാണെന്നാണ്. ഇപ്പോൾ അവർ നേരെ വിപരീതമായാണ് അവകാശപ്പെടുന്നത്. അമേരിക്കൻ ഭരണകൂടം എന്നെ നിയന്ത്രിക്കുകയും ഇസ്രായേലിൻ്റെ സുരക്ഷാ നയം നിർദ്ദേശിക്കുകയും ചെയ്യുന്നുവെന്ന്. രണ്ടും ശരിയല്ലെന്നും നെതന്യാഹു പറഞ്ഞു. ഇസ്രായേൽ ഒരു പരമാധികാര രാഷ്ട്രമാണ്, USും ഒരു പരമാധികാര രാഷ്ട്രമാണ്. ഞങ്ങൾ തമ്മിൽ പങ്കാളിത്ത ബന്ധമാണുള്ളത്, നെതന്യാഹു പറഞ്ഞു. നമ്മുടെ സുരക്ഷാ നയം നമ്മുടെ കൈകളിലാണ്. നമുക്കെതിരായ ആക്രമണങ്ങൾ നമ്മൾ സഹിക്കില്ല. ലെബനനിലും അടുത്തിടെ ഗാസയിലും ചെയ്തതുപോലെ ആക്രമണങ്ങളോട് ഞങ്ങൾ ഞങ്ങളുടെ വിവേചനാധികാരത്തിൽ പ്രതികരിക്കുന്നു. ഇസ്രായേൽ അതിന് ആരുടെയും അംഗീകാരം തേടുന്നില്ല. നമ്മുടെ സ്വന്തം സുരക്ഷ നമ്മൾ നിയന്ത്രിക്കുന്നു. ഏതൊക്കെ ശക്തികളാണ് ഞങ്ങൾക്ക് സ്വീകാര്യമല്ലാത്തതെന്ന് ഇസ്രായേൽ തീരുമാനിക്കുമെന്ന് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ തീരുമാനിക്കുന്നത് തുടരും, നെതന്യാഹു വ്യക്തമാക്കി. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് ഈ ലോകത്തോട് മുഴുവൻ പോരാടാൻ കഴിയില്ലെന്ന് താൻ പറഞ്ഞതായി നേരത്തെ പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ലോകം നമ്മുടെ ആക്രമണത്തിൽ മടുത്തു. നിങ്ങൾക്ക് ലോകത്തോട് മുഴുവൻ പോരാടാൻ കഴിയില്ല. നിങ്ങൾക്ക് വ്യക്തിഗത യുദ്ധങ്ങൾ നടത്താൻ കഴിയും, പക്ഷേ ലോകം നിങ്ങൾക്കെതിരാണ്. ലോകവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇസ്രായേൽ വളരെ ചെറിയ ഒരു സ്ഥലമാണ്. നെതന്യാഹുവിനോട് ഒക്ടോബർ 4 തന്നെ താൻ ഇക്കാര്യം പറഞ്ഞതായി ട്രംപ് വെളിപ്പെടുത്തി. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലിൻ്റെ പരമാധികാരം പ്രയോഗിക്കുന്നതിനുള്ള പ്രാഥമിക വോട്ടെടുപ്പ് നെസറ്റ് പാസാക്കിയതിനെക്കുറിച്ചും ട്രംപ് സംസാരിച്ചു. അത്തരമൊരു നീക്കം അനുവദിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. അത് സംഭവിക്കില്ല. ഞാൻ അറബ് രാജ്യങ്ങൾക്ക് വാക്ക് നൽകിയതിനാൽ അത് സംഭവിക്കില്ല. നിങ്ങൾക്കിപ്പോൾ അത് ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾക്ക് വലിയ അറബ് പിന്തുണ ലഭിച്ചു. അങ്ങനെ സംഭവിച്ചാൽ ഇസ്രായേലിന് അമേരിക്കയിൽ നിന്നുള്ള എല്ലാ പിന്തുണയും നഷ്ടപ്പെടും, ട്രംപ് വ്യക്തമാക്കി.